ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇന്നൊരു കിടിലൻ ത്രില്ലറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നവാഗതനായ സൈലേഷ് കൊളാനു രചനയും സംവിധാനവും നിർവഹിച്ച് വിശ്വക് സെൻ, റുഹാനി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2020 ഫെബ്രുവരി 28 തിയേറ്ററുകളിൽ റിലീസായ തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമയാണ് ഹിറ്റ് ദ ഫസ്റ്റ് കേസ്. തെലങ്കാന CIDയിലെ പോലീസ് ഓഫീസറാണ് വിക്രം രുദ്രരാജു. ഹോമിസൈഡ് ഇൻ്റർവെൻഷൻ ടീമിലാണ് ജോലി ചെയ്യുന്നത്. ചെറിയ വിശദാംശങ്ങൾ പോലും പിടിച്ചെടുക്കാനുള്ള അസാമാന്യ കഴിവുള്ള വിക്രമിനോട് സീനിയേഴ്സിന് പോലും റെസ്പെക്റ്റാണ്. അത്രയും ബ്രില്യൻ്റായ ഓഫീസറാണ് വിക്രം. വിക്രമിൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമാണ് രോഹിത്. ഇവർ ഒരുമിച്ചാണ് പല കേസുകളും അന്വേഷിക്കുന്നത്. പ്രീതി എന്ന പെൺകുട്ടി വീട്ടിൽ നിന്ന് ഹൈവേയിലൂടെ കാർ ഓടിക്കുമ്പോൾ എന്തോ തകരാറ് സംഭവിക്കുകയും ഇബ്രാഹിം എന്ന പോലീസ് ഓഫീസർ ആ പെൺകുട്ടിയെ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇബ്രാഹിം തിരിച്ചു വരുമ്പോൾ ആ പെൺകുട്ടി മറ്റൊരു വണ്ടിയിൽ കയറി പോകുന്നതും പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ എത്തുമ്പോൾ മകളെ കണ്ടില്ല എന്ന് പോലീസിനോട് പറയുകയും ചെയ്യുന്നു. ഇതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിറ്റ് എന്ന സിനിമ പറയുന്നത്. സിനിമയിൽ വിക്രം രുദ്രയായി വിശ്വക് സെൻ, നേഹ എന്ന ക്യാരക്ടറിൽ റുഹാനി ശർമ്മ, രോഹിത് എന്ന കഥാപാത്രമായി ചൈതന്യ സഖിരാജു, ഇബ്രാഹിം എന്ന ക്യാരക്ടറിൽ മുരളി ശർമ്മ എന്നിവരാണ് എത്തുന്നത്. ത്രില്ലർ സിനിമ ആയതിനാൽ വലിയൊരു കാസ്റ്റിംഗ് നിര തന്നെയുണ്ട് സിനിമയിൽ. ധാരാളം കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നു പോകുന്നുണ്ടെങ്കിലും ആസ്വാദനത്തെ ബാധിക്കുമെന്നതിനാൽ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്നില്ല. സീറ്റഡ്ജ് ത്രില്ലർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊരു ഡീസൻറ്റ് ത്രില്ലർ സിനിമയാണ്. മികച്ച തിരക്കഥയും ഉഗ്രൻ പെർഫോമൻസുമാണ് സിനിമയുടെ വിജയം. ഒട്ടും പ്രതീക്ഷിക്കാത്ത കഥയുടെ ഒഴുക്കും സസ്പെൻസ് നിലനിർത്തുന്ന നിമിഷങ്ങൾ ഒരുക്കാൻ സംവിധായകന് സാധിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ നമുക്ക് വില്ലൻ ആരാണെന്ന് സംശയം തോന്നുമെങ്കിലും അതൊക്കെ മറികടന്ന് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളിലേക്ക് സിനിമയെ എത്തിക്കുന്നതാണ് സംവിധായകൻ്റെ ബ്രില്യൻസ്. സിനിമയിലെ പ്രകടനങ്ങളിലേക്ക് വന്നാൽ എല്ലാവരും കിടിലം പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത്. എങ്കിലും സിനിമയിലെ നായിക കഥാപാത്രമായി എത്തുന്ന വിശ്വക് സെന്നിൻ്റെ പെർഫോമൻസ് ശരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എല്ലാ മാനറിസങ്ങളിലൂടെയും കടന്നു പോകുന്നതായിരുന്നു. റുഹാനി ശർമ്മ, ചൈതന്യ സഖിരാജു, മുരളി ശർമ്മ എന്നിവരുടെ പ്രകടനങ്ങൾ നന്നായിരുന്നു. എടുത്തു പറയാൻ സാധിക്കാത്ത പല കഥാപാത്രങ്ങളും മികച്ച പ്രകടനം നടത്തിയവരാണ്. അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. പ്രശാന്തി തിബുർനേനി നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് S മണികണ്ഠനാണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഗാരി BH ആണ്. സംഗീതം വിവേക് സാഗർ. സിനിമയിലെ ക്യാമറയും എഡിറ്റിങ്ങും എടുത്തു പറയേണ്ടവ തന്നെയാണ്. രണ്ടും കിടിലമാണ്. BGM സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ബോറായി അനുഭവപ്പെട്ടു. നമ്മൾ സ്ഥിരമായി ത്രില്ലർ സിനിമകളിൽ കാണുന്നത് പോലെ നായകൻ്റെ ഹീറോയിസം മാത്രം കാണിക്കുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ സിനിമയിൽ. നായകൻ്റെ വിജയവും പരാജയവും മാനസികവും ശാരീരികവുമായ തലങ്ങളിലൂടെയുള്ള യാത്ര പുതുമയുള്ളൊരു അനുഭവമായിരുന്നു. ഹിറ്റ് ദ ഫസ്റ്റ് കേസ് എന്ന സിനിമ പറയാതെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളും സിനിമയിലുണ്ട്. ക്ലൈമാക്സിൽ ഞാൻ പൂർണ്ണ തൃപ്തനല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഇത്. തീർച്ചയായും കാണാവുന്ന ത്രില്ലർ. IMDb ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10 ആണ്. ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.